ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം ഒരിക്കലും ഒരു നല്ല രീതിയിൽ പര്യവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അതിൻ്റെ അകത്ത് റഷ്യ ചില സ്റ്റാൻഡുകൾ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ നിന്നൊക്കെ മനസ്സിലായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിനുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് സംസാരിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ പറയുന്ന പോലെ റഷ്യ പിന്നെയും ചൈനയും ഒക്കെ ഒരു ഗറില്ല യുദ്ധമുറകളിലേക്ക് നീങ്ങുന്ന ഇറാന് സഹായങ്ങൾ നൽകുവാനായിട്ട് തയ്യാറാകുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വിയറ്റ്നാം ഒക്കെ ആവർത്തിക്കപ്പെടുമെന്നുള്ളൊരു സത്യമാണ്. കാരണം ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ പിന്നെ റഷ്യ കൊടുക്കാൻ തയ്യാറാകും. അതായത് ആയുധങ്ങൾ ധാരാളം റഷ്യ കൊടുക്കും. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചൈനയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗറില്ല യുദ്ധമുറകളിലൂടെ പ്രത്യേകിച്ച് ഇറാന്റെ പിന്നെ പ്രത്യേകത കൊണ്ട് മനസ്സിലാക്കണം. പർവ്വതങ്ങൾ പറഞ്ഞാൽ ഭൂപ്രകൃതിയിലൊക്കെ ഗറില്ല യുദ്ധമുറ ചെയ്യാനായിട്ട് സാധിക്കും. അഫ്ഗാനിസ്ഥാനിലൊക്കെ നടന്നതുപോലെ അങ്ങനെ ഗറില്ല യുദ്ധമുറകളിലേക്കൂടെ നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന പിന്നെ അമേരിക്കയ്ക്ക് ഉദ്ദേശിക്കുന്ന പോലെ റെജിം ചേഞ്ചൊക്കെ നടത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതാണ് അമേരിക്ക ഇപ്പോൾ ട്രംപ് പറഞ്ഞ യുദ്ധം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് പറയുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു 6 മാസമെങ്കിലും തുടർന്ന് യുദ്ധം ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ കണക്കിലാക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ യുദ്ധം അങ്ങനെ അഭംഗുരം നീണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക സാമ്പത്തികത്തിനും എണ്ണ കൈമാറ്റത്തിനും എല്ലാം വലിയ തടസ്സമായിട്ട് മാറും. അപ്പോൾ തൽക്കാലം ചെയ്യാണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആയത്തുള്ള അലി ഖമൈനിയുടെ മകനെ പുതിയ ആയത്തുള്ളയായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. താൽക്കാലികമായിട്ടെങ്കിലും അതിനെ അംഗീകരിച്ചുകൊണ്ട് യുദ്ധകുമാരാമം വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റഷ്യ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരു തീരുമാനമെടുക്കുക, ഇറാൻ ഇനി അണുവായുധ സമ്പുഷ്ടീകരണം നടത്തുകയില്ല എന്നൊരു തീരുമാനമെടുക്കുക. അതോടൊപ്പം മൊസാദ് ഇതിന് കൂടുതൽ പണി ആവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങാനും ഈ ഇറാൻ ആണവായുധം സമ്പുഷ്ടീകരണം തുടരുന്നുണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഇവർ നിലവിലിരിക്കുന്ന ഈ സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനൊക്കെ സഹായിക്കണമെങ്കിൽ റഷ്യയും കൂടെ ആയിട്ടൊരു കരാറ് അമേരിക്ക ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ റഷ്യ ഇതിനെല്ലാം പിന്നെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ റഷ്യ ഈ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന 60% സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയത്തെ പിന്നെ റഷ്യയുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് റഷ്യയുടെ കൈകളിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെ മാറ്റിയിട്ട് വേണം പിന്നെ കരാറുകളിലൊക്കെ ഒപ്പിടാൻ. അതിനൊക്കെ ശക്തമായ നേതൃത്വ നിര ഇപ്പോൾ ഇറാൻ ഉണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. അപ്പോൾ ഇതിനൊക്കെ ഇറാൻ നിന്നു കൊടുക്കുമെന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുകയായിരിക്കും എപ്പോഴും റഷ്യക്ക് നല്ലത്. അതുപോലെ റഷ്യക്കും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇറാനും എല്ലാം നല്ലത്.